ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര നിയോഗം, അതാണ് ഈ ഇപ്പോഴുള്ള ശാങ്കര ജ്യോതി എന്നതായിട്ടുള്ള ആ വലിയ ഗൃഹം, മന നമ്മുടെയൊക്കെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ്. കാരണം കഴിഞ്ഞ കൊല്ലം പോലും നമ്മളാരും ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ശങ്കര ജയന്തി സമയത്തോ ഒന്നും ഇങ്ങനൊരു സ്ഥാപനം നമുക്ക് കാലടിയിൽ ലഭ്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് സ്വപ്നേപി വിചാരിച്ചിട്ടില്ല എന്ന് പറയാം, അല്ലേ? ആ സംഭവം ഈശ്വരന്റെ ശരിയായ പ്ലാനിങ്, അല്ലെങ്കിൽ ആചാര്യ ഭഗവത്പാദരുടെ പ്ലാനിങ്, അദ്ദേഹത്തിന്റെ ആ ഒരു നിയോഗമാണ് ഇന്ന് ഏറ്റവും അർഹമായിട്ടുള്ള കൈകളിലേക്ക് അത് വന്നു ചേർന്നിരിക്കുന്നത്. ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികൾ, അദ്ദേഹത്തിന്റെ കയ്യിലാണത് വന്നു ചേരേണ്ടത്. ശങ്കരാചാര്യർ അദ്ദേഹത്തെയാണ് അതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. കാരണം ഇത്രയും ആചാര്യ ഭഗവത്പാദരുടെ പ്രവർത്തനങ്ങൾ ഭാരതം മുഴുവൻ എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശങ്കരാചാര്യർ എങ്ങനെയാണോ ദിഗ്വിജയം ചെയ്തത്, അതേപോലെ തൻ്റെ വാഹനത്തിൽ ഒരു വിമാനയാത്രയോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയോ അദ്ദേഹം ചെയ്യുന്നില്ല. അവിടുന്നുള്ള സ്ഥിരമായിട്ടുള്ള വാഹനത്തില് ഭാരതം മുഴുവൻ, ഇനി എത്താത്ത സ്ഥലങ്ങളില്ല അദ്ദേഹം. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെ ആ പ്രഭാവം അത് എല്ലാവരെയും വേണ്ട രീതിയിൽ ഉണർത്താനും ആ ആചാര്യ ഭഗവത്പാദരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കാനും. നമ്മളൊക്കെ ആ പ്രവർത്തനം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് ഇനിയും 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 ഉയരങ്ങളിലേക്ക് എത്തിക്കണം, കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആ ശങ്കര പ്രഭാവം എത്തിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തപസ്. അപ്പോൾ അദ്ദേഹം മുമ്പും അത് തുടർന്ന് ചെയ്തിരുന്നു. ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹം പല മീറ്റിങ്ങുകൾ ബാംഗ്ലൂരിലും ശൃംഗേരിയിലും മൈസൂരിലും ഒക്കെ വിളിച്ചു ചേർത്ത്, ഞങ്ങളെ പോലെയുള്ള ആചാര്യന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് അതിലേക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകിയത്. അപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം കാലടിയിൽ ശങ്കര ജയന്തിക്ക് വന്ന് മുഴുവൻ ദിവസങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. അപ്പൊ ഇതുപോലെ ആചാര്യ ഭഗവത്പാദർക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്ന ഉദാര ഹൃദയനായിട്ടുള്ള, വളരെ എന്താ പറയുക, ലളിതമായ രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറുന്ന, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ജാടകളുമില്ലാതെ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മഹാ ആചാര്യൻ. ശൃംഗേരി മഠത്തിന്റെ ഉപമഠമായിരിക്കുന്ന യാദത്തോർ യോഗാനന്ദേശ്വര സരസ്വതി പീഠം അധ്യക്ഷനാണ് അദ്ദേഹം. എന്നിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ, പക്ഷേ വളരെ നമ്മളോടെല്ലാം വാത്സല്യത്തോടെ സ്നേഹത്തോടെ പെരുമാറുകയും ഇപ്പോ നമുക്കെല്ലാം വേണ്ടി, കേരളീയരായിട്ടുള്ള നമുക്ക് വേണ്ടി ആചാര്യ ഭഗവത്പാദരുടെ ജന്മഭൂമിയിൽ അദ്ദേഹത്തോട് പൈതൃകമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മന,
വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിലയാണ്. കാലടിയിലെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് അതിൻ്റെ രണ്ട് വശം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ മതിൽ തന്നെയാണ്. അതിൻ്റെ അടുത്ത് ഒരു പുത്തൻകാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. ആ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ 2 ഏക്കറിലധികം ഭൂമിയും വലിയൊരു 4 കെട്ട് ഉള്ള മനയും, വളരെ പ്രാചീനമായിട്ടുള്ള മനയാണ്. ഇതും കൂടി വില പറയുകയാണെങ്കിൽ 18 കോടിയിലധികം രജിസ്ട്രേഷൻ ഫീസ് അടക്കം ചെലവാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. സ്വാമിജി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ കൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ അല്പം പോലും പൈസ അതിനുവേണ്ടി കരുതി വെക്കാറില്ല. ഒരു കാര്യത്തിനും അദ്ദേഹം അന്നന്നാള് വരുന്ന പൈസ അന്നന്നാള് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതല്ലാതെ സംഭരിച്ചു വെക്കുന്ന പരിപാടിയില്ല. എന്നിട്ടും ഒരു പൈസയും കയ്യിലില്ലാത്ത സന്ദർഭത്തിലാണ് നമ്മുടെ ശങ്കരൻജി ഈ ഒരു സ്ഥലം വിൽക്കാനുണ്ട് എന്നറിഞ്ഞ് അത് ഹരിബ്രഹ്മേന്ദ്രാനന്ദ സ്വാമികളും അജയ് കുമാർജിയും ഉണ്ണികൃഷ്ണൻജിയും എല്ലാം അറിയിക്കുകയും അവർ മുഖാന്തരമായിട്ട് സ്വാമിജികളെ ശ്രീ സ്വാമികളെ അറിയിക്കുകയും ആ സ്വാമിജി അത് കേട്ടപ്പോൾ ഉടനെ ശൃംഗേരി മഹാസന്നിധാനം സ്വാമികളെയാണ് അറിയിച്ചത്. അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ശൃംഗേരി മഠത്തിലാവുമ്പോൾ ഫണ്ടിന് വലിയ കുഴപ്പമുണ്ടാവില്ല, അവിടുന്ന് വാങ്ങിച്ച് അത് ശൃംഗേരി മഠത്തിന്റെ കീഴിലേക്ക് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാസന്നിധാനം സ്വാമികൾ പറഞ്ഞു, അവിടെ ഇഷ്ടം പോലെ കാലടിയിൽ തന്നെ അവർക്ക് സ്ഥലമുണ്ട്, അത് വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ അത് എടുക്കണം എന്ന് ശ്രീ ശങ്കരഭാരതി സ്വാമികളോട് ശൃംഗേരി മഹാസന്നിധാനം സ്വാമികൾ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങ് എടുക്കണം എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അപ്പൊ പിന്നെ സ്വാമിജി പിന്നെ അത് തീരുമാനിച്ചു. എങ്ങനെയാണ് ഫണ്ട് ഉണ്ടാക്കേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ച് അദ്ദേഹത്തിന്റെ തന്നെ ഭക്തജനങ്ങളോട് പലിശയില്ലാത്ത ലോൺ വാങ്ങിച്ചു എന്നൊക്കെയാണ് സ്വാമിജി പറഞ്ഞത്. അതുപോലെ കുറച്ച് ബാങ്ക് ലോണും ഉണ്ട്. ഇത്രയും വലിയൊരു തുക അദ്ദേഹം സമാഹരിച്ചു. ഇത് നമ്മൾ അതൊക്കെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അറിയണം. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തുകൊണ്ടെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് നമ്മളാണ്, മലയാളികളാണ്. അതിന്റെ വില അറിഞ്ഞുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എന്താ പറയുക രഹസ്യങ്ങളായ കാര്യങ്ങൾ പോലും ഞാൻ പരസ്യമാക്കുന്നത്. നമ്മൾ സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയിലുള്ള പ്രവർത്തകരെങ്കിലും കുറെ പേര് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല, എങ്കിലും കുറച്ച് പ്രവർത്തകര് ഇതിന്റെ പുറകിലുള്ളതായിട്ടുള്ള ആ കഠിനമായിട്ടുള്ള പ്രയത്നം എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മുടെ അതിന് ഏറ്റവും അധികം വേണ്ടതായിട്ടുള്ള പ്രയത്നം ചെയ്തത് ശ്രീ ശങ്കരൻജിയാണ്. നമ്മുടെ കാലടി ജന്മദേശ വികസന സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള, കുറെ കാലം കാലടിയിൽ തന്നെ വസിച്ചിരുന്ന, ഇപ്പോൾ അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും കാലടിയുടെ നന്മയ്ക്കായിക്കൊണ്ട് കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശങ്കരൻജിയാണ് അതിന്റെ മുഴുവൻ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തൃപ്പൂണിത്തുറയുള്ള വിജയകുമാർജി ശങ്കരൻജിക്ക് വേണ്ടതായിട്ടുള്ള ലീഗൽ അഡ്വൈസും അതുപോലെയുള്ള കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹവും കൂടെ വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോ ഇങ്ങനെ ഒട്ടും 10 പൈസ അതിനു വേണ്ടി കരുതിയിരിക്കാത്ത സന്ദർഭത്തിൽ ആചാര്യ ഭഗവത് പാദരുടെ ആ ഒരു ഇച്ഛ കൊണ്ട് ഈശ്വര നിയോഗമായിട്ട് ഇത് ശ്രീ ശങ്കരഭാരതി സ്വാമികളുടെ കയ്യിൽ വന്നു ചേരുകയും അദ്ദേഹം അത് അജയ് കുമാർജി പറഞ്ഞ പോലെ മെയ് 3-ാം തീയതി ആയിരുന്നു എൻ്റെ രജിസ്ട്രേഷൻ. 7-ാം തീയതി തൊട്ട് അദ്ദേഹം കാലടിയിൽ ഉണ്ടായിരുന്നു സ്വാമിജി. 8-ാം തീയതി തൊട്ട് നമ്മൾ അവിടെ ദിവസവും സമ്മേളിക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങളെല്ലാം ശങ്കര ജയന്തിയോടനുബന്ധിച്ച് അവിടെ ഒത്തുകൂടിയിരുന്നു. ആ സമയങ്ങളിൽ ദിവസവും എന്ന് പറഞ്ഞ പോലെ ആ വേദിയിൽ വെച്ച് ഒത്തുകൂടാറുണ്ടായിരുന്നു. അന്ന് 8-ാം തീയതി സ്വാമിജി വിളക്ക് കൊളുത്തി അതിനു മുമ്പായിട്ട് കുറച്ച് ശാന്തി പ്രക്രിയകളെല്ലാം അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതായിട്ടുള്ള പൂജകന്മാരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അതിൽ പ്രവേശം നടത്തി നമ്മൾ. എന്നിട്ട് ചെറിയ തോതിൽ വിളക്ക് കൊളുത്താനും ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി വെക്കാനും ശങ്കര കീർത്തനങ്ങൾ ശങ്കര സ്തോത്രങ്ങൾ ആലപിക്കാനും അത് അത്യാവശ്യം തുടങ്ങി വെക്കാനും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി വെക്കാനും ഒക്കെ ആയിട്ട് ശങ്കര ജയന്തിയോടനുബന്ധിച്ച് അതിനൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കൊക്കെ ഉണ്ടായി. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ കുറെ പ്രവർത്തകരുമായിട്ട് സ്വാമിജി മീറ്റിംഗ് തുടർച്ചയായിട്ട് കൂടിയിരുന്നു. ദിവസവും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സ്വാമിജി ഊന്നി പറഞ്ഞത് ഈ സ്ഥലം അത് നമ്മുടെ ശൃംഗേരി മഠമെല്ലാം ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും
ഉപനയനാദി ധാർമ്മിക പ്രവർത്തനങ്ങൾക്കാണ്. ഉപനയനങ്ങളും പിറന്നാളുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആഘോഷിക്കുന്ന ഒരു വേദിയായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആണ്. നമുക്ക് എന്താ പറയുക, സൽക്കർമ്മങ്ങൾക്ക് അഥവാ ശങ്കര കൃതികളുടെ പഠനത്തിനോ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്കോ അവിടെ നമുക്ക് വേദി കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഈ ശങ്കര ജയന്തിയോട് അനുബന്ധിച്ച് മാത്രമാണ്, അതും വളരെ നമ്മൾ നിർബന്ധപൂർവം കുറച്ച് അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ എപ്പോഴും അവിടെ ബിസിയാണ് ഈ ധാർമ്മിക കാര്യങ്ങൾക്ക്. അപ്പൊ സ്വാമിജി പ്രത്യേകമായിട്ട് അത് ഊന്നി പറഞ്ഞു, നമ്മുടെ ഈ എടുത്തിരിക്കുന്ന വേദി ഇത് ഒരു സത്രമോ അല്ലെങ്കിൽ ഒരു ധാർമ്മിക കാര്യങ്ങൾക്കുള്ള അഥവാ ഉപനയനാദി കർമ്മങ്ങൾക്കുള്ള പൂജകൾക്കുള്ള സ്ഥലമല്ല. യാഗങ്ങളും ഹോമങ്ങളും പൂജകളും അതുപോലെ ഉള്ള കാര്യങ്ങൾക്കുള്ളതല്ല. ഇത് പൂർണ്ണമായിട്ടും ശങ്കര കൃതികളുടെ പഠനത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതാണ് ഇവിടെ ശങ്കര ജ്യോതി എന്ന് തന്നെ അതിന് നാമകരണം ചെയ്തത്. ശങ്കര കൃതികളിലൂടെയാണ് ശങ്കരന്റെ പ്രകാശം ലോകം മുഴുവൻ വെളിച്ചം നൽകേണ്ടത്. ശങ്കരന്റെ കൃതികൾ തന്നെയാണ് ലോകത്തിലേക്കുള്ള ജ്യോതി, ലോകത്തിലേക്കുള്ള പ്രകാശം. അപ്പൊ ആ ശങ്കര കൃതികളിലൂടെ ലോകത്തിന് കൂടുതൽ കൂടുതൽ വെളിച്ചമുണ്ടാകാൻ, പ്രകാശമുണ്ടാകാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറണം. ശങ്കര കൃതികളുടെ പ്രത്യേകിച്ച് ആദ്യകാലത്തെ സ്തോത്ര പഠനങ്ങൾ, പിന്നീട് പ്രകരണ കൃതികളുടെ പഠനങ്ങൾ, അതുപോലെ ഭാഷ്യ ചർച്ചകൾ, ഇതെല്ലാം അവിടെ നിരന്തരം നടക്കണം. ശങ്കരാചാര്യരുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ അവിടെ നടക്കണം. അതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ, ഇനി യോഗ, സംസ്കൃതം മുതലായ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കാമെന്നുള്ളതായിട്ടുള്ള അനുവാദവും സ്വാമിജി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം. വേദാന്ത ഭാരതി എന്ന ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്ഥാനം. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്ഥാനം ഉപയോഗിക്കപ്പെടുന്നത് സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ കേരളത്തിലെ കേന്ദ്രമായിട്ടാണ്, ഓഫീസായിട്ടാണ്, പ്രവർത്തന കേന്ദ്രമായിട്ടാണ്. അതുപോലെ തന്നെ കാലടി ജന്മദേശ വികസന സമിതി എന്ന പേരിൽ കാലടി ജന്മദേശത്തിൽ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടുള്ള ശങ്കര ജയന്തിയൊക്കെ ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള ആ സമിതിയുടെ ഓഫീസും കൂടി ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയും കാലടി ജന്മദേശ വികസന സമിതിയും, ഈ രണ്ടുപേരുടെയും പ്രവർത്തന കേന്ദ്രമായിട്ടാണ് അത് അറിയപ്പെടുക. വേദാന്ത ഭാരതി പേരിന് മാത്രം അവരുടെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. സ്വാമിജിയും കർണാടകയിൽ നിന്നുള്ളതായിട്ടുള്ള ഭക്തജനങ്ങളും വല്ലപ്പോഴും വല്ല ക്യാമ്പുകളും ഒക്കെ വന്ന് നടത്തിയെന്ന് വരും. പക്ഷേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇത്രയും വൃത്തിയായിട്ടുള്ള ഈ ഒരു കേന്ദ്രത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ മലയാളികളാണ് എന്നുള്ളത് സ്വാമിജി വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള സൗഭാഗ്യമായി ആ ആചാര്യ ഭഗവത് പാദർക്ക് നമുക്ക് ചെയ്യാവുന്ന ദക്ഷിണയായി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ ഓരോരുത്തരും നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്വാമിജി ശങ്കര ജയന്തി കഴിഞ്ഞ് 13-ാം തീയതി കോഴിക്കോട്ടേക്കും അവിടുന്ന് 14-ാം തീയതി മൈസൂരിലേക്കും പോയി ഈ മെയ് മാസത്തില്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് എന്തോ ഒരു ഉൾവിളി. തിരിച്ച് വീണ്ടും 16-ാം തീയതി അദ്ദേഹം കാലടിയിലേക്ക് തന്നെ പുറപ്പെട്ടു. മൈസൂരിൽ നിന്ന് ഒറ്റ ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം കാലടിയിലേക്ക് വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ 16-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും സ്വാമിജി കാലടിയിലെത്തി. 17-ാം തീയതി നമ്മുടെ അജയ് കുമാർജി, നന്ദകുമാർജി, അതുപോലെയുള്ളവരുടെയൊക്കെ ശങ്കരൻജി, അജയൻ നമ്പൂതിരി, അതുപോലെയുള്ള നാരായണ ശർമ്മ, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ സ്വാമിജി അവിടെ ഒരു ജലാശയം പ്രശ്നവിചാരത്തിൽ മുമ്പേ തന്നെ കണ്ടിട്ടുണ്ട്. കർണാടകയിലുള്ള ഒരു ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ചതായിട്ടുള്ള സമയത്ത് സ്വാമിജി അദ്ദേഹം ഈ സ്ഥലം കണ്ടിട്ടില്ല എങ്കിൽ പോലും ആ കർണാടകയിലുള്ള മഹാപണ്ഡിതനായിട്ടുള്ള ജ്യോതിഷൻ പറഞ്ഞു, ഈ സ്ഥാനം ശങ്കരാചാര്യരെ പോലെ ഒരു മഹാത്മാവ് നിത്യ ആഹ്നികം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജലാശയമുള്ള സ്ഥാനമാണ്. ആഹ്നികം എന്ന് പറഞ്ഞാൽ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ. അപ്പൊ ശങ്കരാചാര്യരെ പോലെ ഒരു മഹാപുരുഷൻ സന്ധ്യാവന്ദനം ചെയ്തിട്ടുള്ള ഒരു ജലാശയം അവിടെ ഉണ്ട് എന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. നമ്മൾ സ്ഥലം എടുത്തപ്പോൾ ആ ജലാശയം മൂടിക്കിടക്കുകയാണ്, ആരോടും പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ജ്യോതിഷി അത് അങ്ങനെ പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ഇവിടെ വാങ്ങിച്ചിട്ടുള്ള സമയത്ത് ഈ ഉടമസ്ഥര് നമ്മളോട് ചിലരോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിനോട് ബന്ധപ്പെട്ട ആളുകളോട് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ജ്യോതിഷനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ജ്യോതിഷൻ പ്രശ്നത്തിൽ കണ്ടു ഇങ്ങനൊരു ജലാശയമുണ്ട്, ആ ജലാശയത്തിൽ ഏതെങ്കിലും
മുമ്പ് പൂജിച്ചിട്ടുള്ളതായിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ശേഷിപ്പുകൾ കിട്ടാൻ വഴിയുണ്ട്. ഒരു ഗോപാലകൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യമോ മഹാദേവന്റെ സാന്നിധ്യമോ ഒക്കെ കാണുന്നുണ്ട്, ദേവീ സാന്നിധ്യം കാണുന്നുണ്ട് എന്നൊക്കെ അവിടുന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിനെ വല്ലാതെ പ്രചോദിപ്പിച്ചു. അങ്ങനെയാണ് സ്വാമിജി വന്ന് ഇത് എക്സ്കവേഷൻ ആരംഭിച്ചു. ഈ കുളം JCBകൾ 2 JCBകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്തും കഷ്ടപ്പെട്ട് സ്വാമിജി തന്നെ അവിടെ ഒരു പൂജ ചെയ്തിട്ടാണ് ഈ എക്സ്കവേഷൻ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ചപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ വളരെ ഇതുള്ള ഒരു ചെറിയതായിട്ടുള്ള ഒരു ജലാശയം, ഒരു കുളം അവിടെ വൃത്തിയായിട്ട് കണ്ടെത്തി. അതിലുള്ള ചെളികൾ എല്ലാം തോണ്ടി പുറത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുളം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് മഴ പെയ്തതുകൊണ്ട്. ഇനിയും ഒന്നുകൂടെ വെള്ളമൊക്കെ അടിച്ചു കളഞ്ഞു, പല പ്രാവശ്യം വെള്ളം അടിച്ചു കളഞ്ഞു, എന്നാലും ഇനിയും വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കി ഭംഗിയായിട്ട് കെട്ടി രക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ അത് പല പ്രാവശ്യം നല്ലോണം വൃത്തിയായി തോണ്ടിയതായിട്ടുള്ള സമയത്ത് അതിൽ നിന്ന് സാളഗ്രാമം പോലെയുള്ള ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് സ്വാമിജി മൈസൂരിലേക്ക് കൊണ്ടുപോയി വൃത്തിയായി അതിനെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അന്ന് തന്നെ സ്വാമിജി നിർദ്ദേശിച്ച പ്രകാരം നമ്മുടെ അജയകുമാർജിയും നന്ദകുമാർജിയും കൂടി നമ്മുടെ ബ്രഹ്മശ്രീ കൈമുക്ക് നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തെ പ്രശ്ന വിചാരത്തിനായിട്ട് അവിടേക്ക് ക്ഷണിച്ചു വരുത്തി. അപ്പൊ അന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം അവിടെ വന്നു. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഊണ് കഴിച്ച് ആ പ്രശ്ന വിചാരത്തിനായിട്ട് ഇരുന്നു. സ്വാമിജി തന്നെ കുറച്ച് വൈകിയാണെങ്കിലും ആ പ്രശ്ന വിചാരത്തിൽ പങ്കുചേർന്നു. അപ്പൊ ഇദ്ദേഹം വന്ന ഉടനെ തന്നെ ആ പ്രശ്നം വെച്ച് നോക്കിയതായുള്ള സമയത്ത് ഈ സ്ഥലം ഒരു മഹായോഗീശ്വരൻ ജീവിച്ച സ്ഥലമാണ് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പല ലക്ഷണങ്ങളെ കൊണ്ടും അദ്ദേഹം അതിൻ്റെ ആ രാശി ഇതെല്ലാം നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മഹായോഗീശ്വരൻ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രാചീനമായിട്ടുള്ള സദാചാര നിരതരായ ദാനധർമാദികളിൽ വളരെ ഇതായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബം ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാക്ഷാൽ ശങ്കരാചാര്യരുടെ പിതാവായിട്ടുള്ള ശിവഗുരു ആ ബ്രാഹ്മണന്റെ ആ മഹാത്മാവിന്റെ ലക്ഷണങ്ങളാണ് ആ എന്താ പറയുക സൂചിപ്പിച്ചു വരുന്നത്. അപ്പോൾ ശങ്കരാചാര്യരുടെ പിതൃഗൃഹമായിട്ട് ഒരു സൂചനകളാണ് നമുക്ക് ആ പ്രശ്ന വിചാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേട്ടവർക്കൊക്കെ നമ്മളവിടെ പ്രത്യക്ഷമായിട്ട് മുമ്പിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം ആ പ്രശ്നത്തിലൂടെ മറുപടി പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ആചാര്യ ഭഗവത്പാദരുടെ ഒരു പൈതൃക ഗൃഹം, പിതാവിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ഗൃഹമാണ്. അത് കാലം കൊണ്ട് അന്യത മറ്റൊരാളുടെ കയ്യിൽ പെട്ടുപോയി. അതിപ്പോ നമ്മുടെ കയ്യിൽ തന്നെ നിയോഗം കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് ഈശ്വര ഇടപെടലാണ് ഇത് നമ്മുടെ കയ്യിൽ വന്നു ചേരാനെന്ന് പ്രശ്നപ്രകാരം കണ്ടു. അപ്പോൾ അവിടെ ദേവീ സാന്നിധ്യം നല്ലതുപോലെ ഉണ്ടാ. അടുത്ത് തന്നെ ഉള്ളതായിട്ടുള്ള ദേവീക്ഷേത്രം, കാർത്യായനി ക്ഷേത്രം ഉണ്ടല്ലോ, എന്താ ആ കാർത്യായനി ഭഗവതിയുടെയൊക്കെ അനുഗ്രഹമുള്ള സാന്നിധ്യമുള്ളതായിട്ടുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ത്രികാല പൂജ വർഷത്തിലൊരിക്കലെങ്കിലും, മാസത്തിലൊരിക്കൽ നടത്തിയാൽ നല്ലത്, നിത്യേന നടത്തിയാലും നല്ലത്, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലാവാം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഭഗവതി സേവയോട് കൂടിയതായിട്ടുള്ള പത്മം ഇട്ടുകൊണ്ടുള്ളതായിട്ടുള്ള ത്രികാല പൂജ അവിടെ നടത്തണം എന്ന് പ്രശ്നവിധിയിൽ അദ്ദേഹം കണ്ടു പറഞ്ഞു. മഹാദേവ സാന്നിധ്യവും അവിടെ ഉണ്ട്, ദേവീ സാന്നിധ്യവും വ്യക്തമായിട്ട് ഉണ്ട് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. ഇപ്പൊ എന്തായാലും സ്വാമിജിക്ക് ശ്രീ ശങ്കരഭാരതി സ്വാമികൾക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയാനോ അതിൻ്റെ എന്താ പറയുക നിർവഹണം നടത്താനോ ഒന്നും താല്പര്യമില്ല. കാരണം അത് വലിയ ഭാരമായിട്ട് മാറും. അത് നോക്കി നടത്താനൊക്കെ ആളുകൾ വേണ്ടിവരും. പിന്നെ അതിലേക്കായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. അപ്പോൾ ആചാര്യ ഭഗവത്പാദരുടെ കൃതികൾ പഠിക്കുന്ന ഒരു വേദിയാക്കി മാറ്റണം അത് എന്നുള്ളതാണ് സ്വാമിജിയുടെ പ്രത്യേകമായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ വാർഷികമായിട്ടുള്ള പൂജകളോ മാസികമായിട്ടുള്ള പൂജകളോ ഒക്കെ നടത്താമെന്ന് അദ്ദേഹം വേണമെങ്കിൽ അതിനുള്ള സമ്മതമാണ് നൽകിയിട്ടുള്ളത്. ഇനി അവിടെ കുറച്ച് മെയിൻ്റനൻസ് ഉടനെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചോർച്ചകളുണ്ട്. കുറെ പഴയ മനയായതുകൊണ്ട് പല ഭാഗത്തും ഓട് പൊട്ടിയിട്ടും ഓട നീങ്ങിയിട്ടും ഒരു 15-16 ഭാഗത്ത് വെള്ളം ഒലിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ ഈ മഴ ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സമയത്തെ അത് പണിക്കാരെ വിട്ടിട്ട് നേരെയാക്കാൻ പറ്റുള്ളൂ. ആ ചോർച്ച ആദ്യം മാറ്റണം. പിന്നെ എന്തൊക്കെയാണ് മെയിൻ്റനൻസ് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്യേണ്ടതുണ്ട്.
ആ ബിൽഡിംഗ് മെയിൻ്റനൻസ് ചെയ്ത് വൃത്തിയാക്കി നിർത്തണം എന്നാണ് കേരളീയരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. സ്വാമിജിയോട് ഞങ്ങളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നശിപ്പിക്കരുത്, അല്ലെങ്കിൽ അത് മാറ്റി പണിയരുത്. ആ സ്ഥാനം അങ്ങനെ തന്നെ നിൽക്കണമെന്ന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതിന് പുറകിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് രണ്ട് ഏക്കർ സ്ഥലമുള്ളതായിട്ടുള്ള അതാണ്. അതിൽ തന്നെ പുറകിലായിട്ടൊരു ഷെഡ് ഉണ്ട്. ഒരു 80 അടിക്ക് 20 അടിയോ മറ്റോ വീതിയുള്ള, അല്ല 40 അടിക്ക് 20 അടി വീതിയാണ് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഷെഡ് ഉണ്ട്. അത് ഇത്തിരി ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. അതൊന്ന് വൃത്തിയാക്കിയാൽ തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഭാഗത്ത് പിന്നിലും ഒരു ഗേറ്റ് ഉണ്ട്. അതിനോട് ചേർന്നും ഒരു ചെറിയ സെർവൻറ്റ് ക്വാർട്ടേഴ്സ് പോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അതുമൊക്കെ ഇത്തിരി കേടുവന്നു ഡാമേജ് ആയി കിടക്കണം. അതൊക്കെ മാറ്റിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാത്റൂമുകളോ ടോയ്ലറ്റുകളോ ഒക്കെ അവിടെ പണിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ സ്ഥാനം നോക്കാനും അതിൻ്റെ വാസ്തുവിനെ കുറിച്ച് നോക്കാനും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പാലക്കാട് നിന്ന് കുറച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യം ചോർച്ച മാറ്റുന്ന മെയിൻ്റനൻസ് ഈ തിങ്കളോ ചൊവ്വയോ ആയിട്ട് അവർ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മഴ ഒഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് അവിടുന്ന് പറയുന്നത് അതിനനുസരിച്ച് മറ്റ് വർക്കുകൾ ആരംഭിക്കാമെന്നും ആ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ചുരുക്കി പറയുന്നത് ഞാൻ. അപ്പോൾ ഇനി സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ശങ്കര കൃതികൾ നിരന്തരം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വേദിയായിട്ട് എല്ലാ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും അവിടേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കേരളത്തിലുള്ള സന്യാസി വര്യന്മാരെല്ലാവരും അവിടെ വന്ന് ക്യാമ്പുകളായിട്ട് ഒരാഴ്ചയോ 2 ദിവസമോ 3 ദിവസമോ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ക്യാമ്പുകൾ നടത്തി എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ എല്ലാം കൊണ്ടുവന്ന് അവിടെ ശങ്കര കൃതികൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മളെല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എന്തായാലും സ്വാമിജിത 3-ാം വട്ടവും ഉടനെ തന്നെ ജൂലൈ 5, 6, 7 തീയതികളിൽ ആ കാലടിയിലേക്ക് എഴുന്നള്ളുകയാണ്. എല്ലാവരും ആ ഒരു അവസരത്തെ വേണ്ട പോലെ ഉപയോഗിക്കുക എന്ന് ഇപ്പോൾ തന്നെ ഞാൻ അപേക്ഷിക്കണം. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. നമഃ സച്ചിദാനന്ദരൂപായ തസ്മൈ നമോ ദേവദേവായ രാമായ തുഭ്യം നമോ ജാനകീ ജീവിതേശായ തുഭ്യം നമഃ പുണ്ഡരീകായ താക്ഷായ തുഭ്യം ഹരലീലാവതാരായ ശങ്കരായ വരോജസേ കൈവല്യകലനാകൽപതരവേ ഗുരവേ നമഃ. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലി कार्यकर्तृभ्यः सर्वेभ्यः नारायणस्मरणानि. सौन्दर्यलहरी पारायणस्य आरम्भसमये नाम कोविड काले प्रायः भवन्तः एनं विचारं न जानीयुः. सौन्दर्यलहरी स्तोत्रम् अत्यन्तं महत्वपूर्णमस्ति इति श्रुतवन्तः स्युः. किञ्चित् किञ्चित् तस्य फलं किम् इत्यपि च ज्ञातवन्तः स्युः. यदा पारायणस्य आरम्भः जातः अनन्तरम् इदानीं पारायणं कुर्वन्तः वयं यदि आगच्छन्तः स्मः, इदानीं प्रायः अस्माभिः सर्वैः सौन्दर्यलहरी महत्त्वं ज्ञातम् इति मन्ये. श्रीशङ्करभगवत्पादानां ये उपदेशाः सन्ति न केवलं स्तोत्राणि अपि तु अन्येपि उपदेशाः ये सन्ति ये सर्वे एतादृशाः एव इत्यत्र नास्ति अस्माकं सन्देहस्य अवसरः. अनुवादं कुर्वन्ति? ആം സ്വാമി. നമ്മള് കോവിഡ് കാലത്താണ് ആദ്യം സ്വാമിജി സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലി പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്വാമിജിയുടെ നാരായണ സ്മരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. കോവിഡ് കാലത്ത് നമ്മൾ സൗന്ദര്യലഹരി പാരായണം ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് ആ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിന് ഇത്രത്തോളം ശക്തിയുണ്ട്, ഇത്രത്തോളം മാഹാത്മ്യമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അല്പാൽപ്പം നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ട് എന്നല്ലാതെ പൂർണ്ണ വിശ്വാസം ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇപ്പൊ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ സൗന്ദര്യലഹരി പാരായണത്തിന്റെ ശക്തി, അതിന്റെ മഹത്വം എന്താണെന്ന്. അത് സ്വാമിജി ഉദ്ദേശിച്ചത് നമുക്ക് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട്
ഇതുപോലൊരു ആസ്ഥാനം, അതും ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മഭൂമിയിൽ തന്നെ ആ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിക്ക് ഒരു കാര്യാലയം, ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്വാമിജി സൂചിപ്പിച്ചത്. ഇനി ആചാര്യ ഭഗവത്പാദരുടെ സ്തോത്രങ്ങൾ മാത്രമല്ല, മറ്റ് കൃതികളും എല്ലാം അത്യന്തം മാഹാത്മ്യമേറിയതാണ് എന്ന് സൂചിപ്പിച്ചു തുടങ്ങുകയാണ്. സൗന്ദര്യലഹരി സ്തോത്രം ഏവമസ്തിരത്ര വിവരണം വയം തദപി ജാനീമഃ ഭയാത് ത്രാതും ദാതും ഫലമപി ച വാഞ്ഛാസമധികം ഇത്യസ്തി ചതുർത്ഥേ സ്തോത്രേ തൃതീയാ പങ്ക്തിഃ. अस्याः पंक्तेः अर्थः कः? जगन्मातुः चरणारविन्दे समर्थे कस्मिन् विषये अस्माकं सर्वेभ्यः भयेभ्यः त्रातुम् अनन्तरम् अस्माभिः यत् फलम् अपेक्ष्यते तदपेक्षया अधिकं फलं दातुम् उभयस्यापि सामर्थ्यं जगन्मातुः चरणारविन्दयोः एव सामर्थ्यमस्ति. अतः तादृशं चरणम् अहं शरणं प्रपद्ये इति स्तोत्रं भगवत्पादाः तत्र कृतवन्तः, अस्मान् बोधितवन्तः. इदानीं वयं जानीमः केरलेष्वपि अन्यत्रापि अयमेव अनुभवः, केरलेष्वपि इदानीं स एव अनुभवः. अतः वयं शङ्करभगवत्पादानां ये अनुयायिनः स्मः, तत्रापि भगवत्पादानाम् उपदेशम् इदानीं ये वयम् अभ्यासं कुर्वन्तः स्मः, अस्माकं तु अहोभाग्यम् इत्यत्र नास्ति सन्देहः. ആചാര്യ ഭഗവത്പാദരുടെ സൗന്ദര്യലഹരിയിലെ 4ാമത്തെ ശ്ലോകത്തിൽ 3ാമത്തെ വരി, ഭയാത്രാതും ദാതും ഫലമപി വാഞ്ഛാസമധികം എന്ന് പറയുന്ന ആ വരി നമ്മളെ എല്ലാ ഭയത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതിനും നമ്മൾ ആഗ്രഹിച്ച വാഞ്ചിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള ഫലത്തെ ധാതും നൽകുന്നതിനും പര്യാപ്തമായിട്ടുള്ളതാണ് ദേവിയുടെ ചരണങ്ങൾ, ദേവിയുടെ പാദാരവിന്ദങ്ങൾ. അങ്ങനെയുള്ള ദേവിയുടെ പാദാരവിന്ദങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ആചാര്യ ഭഗവത്പാദര് ആ ശ്ലോകത്തില് 4ാം ശ്ലോകത്തില് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ആ ദേവിയുടെ പാദാരവിന്ദങ്ങളുടെ മഹത്വം, അതിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഫലങ്ങൾ വന്നു ചേരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ നമുക്ക് ഇനിയും ആചാര്യ ഭഗവത്പാദരുടെ അനുയായികളായി അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സ്തോത്ര രത്നങ്ങളെല്ലാം പഠിക്കാം, പിന്തുടരാം എന്നുള്ളതാണ് സ്വാമിജി പറഞ്ഞു വരുന്നത്. ശ്രീ ശങ്കരഭഗവത്പാദാനാം പ്രകരണ ഗ്രന്ഥേഷു അന്യതമഃ ഗ്രന്ഥഃ വിവേക ചൂടാമണി. വിവേക ചൂടാമണി ഗ്രന്ഥस्य अन्तिम श्लोकः समाप्ति सन्दर्भे तस्मिन् श्लोके एकम् उदाहरणम् उक्तमस्ति. उदाहरणम् इदमस्ति, कश्चित् स्वलक्ष्यं प्रति गमनसन्दर्भे मरुभूमौ किञ्चित् दूरं गतवान्. तदा समयः मध्याह्नः कालः. तेन कारणेन सूर्यस्य आतपः उपरिष्टादपि भवति, अधस्ताद् सिकताः भवन्ति. ताः सूर्यस्य तापापेक्षया अधिकं तापं जनयन्ति वयं जानीमः. तादृशी परिस्थितिः यदा भवति तदा तस्य मनसि भवति, इदानीं किञ्चित् मम जलम् आवश्यकं, किञ्चित् जलं पिबामि इति सः चिन्तयति. तदर्थं सर्वत्र पुनः पश्यति, प्रयासं करोति, प्रयत्नं करोति, किन्तु मरुभूमौ कुत्रापि सः जलं न प्राप्तुं शक्नोति. कथञ्चित् किञ्चित् काले केनापि कारणेन तेन ज्ञातं समीपे एव एकः महान् सरोवरः अस्ति. सः सरोवरः अत्यन्तं शुद्धः, न केवलं शुद्धः, मधुरं जलं तत्र. तादृशः कश्चन सरोवरः अस्ति यदा शृणोति तदा तस्य मनसि कथम् आनन्दः भवेत्. अन्यच्च तत्र गत्वा यदा जलं पिबति तदा तस्य सम्पूर्णं श्रान्तिः
कष्टं सर्वं दूरं गच्छति इति वयं सर्वे जानीमः। इदम् उदाहरणं तत्र श्लोके दत्तमस्ति। संसाराध्वनि तापभानुकिरण प्रोद्भूत दाहव्यथा खिन्नानां जलकाङ्क्षया मरुभुवि परिभ्राम्यताम् इति पङ्क्तिद्वयम् इदानीं मया उदाहरणं तद् गद्यरूपेण उक्तमस्ति। अनन्तरं पङ्क्तिद्वयं भवति, अनन्तरम् अहं कथयामि अनुवादानन्तरम्। ആചാര്യ ഭഗവത്പാദരുടെ വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. അതിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ശ്ലോകത്തില് ഒരു യാത്രികൻ അദ്ദേഹം യാത്ര ചെയ്ത് ഒരു മരുഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം മരുഭൂമിയിലൂടെ നടന്ന് മധ്യാഹ്ന നേരമായി. ആ മധ്യാഹ്നത്തില് സൂര്യൻ മുകളില് ജ്വലിച്ച് തപിപ്പിക്കുന്നു. താഴെ സികതം അഥവാ മണലിന്റെ ചൂട്, അത് കാല് പൊള്ളുന്ന ചൂടാണ്. അപ്പൊ താഴത്തുനിന്നും മുകളിൽ നിന്നും ആ ചൂടേറ്റ് വാടി തളർന്ന് എല്ലാ ഭാഗത്തും അല്പം നീരിനായി കൊണ്ട് വെള്ളത്തിനായി കൊണ്ട് നോക്കുന്നുണ്ട്. എവിടെയും വെള്ളം കാണാനില്ല. അങ്ങനെ വലഞ്ഞ് അവസാനം അദ്ദേഹം സമീപസ്ഥമായിട്ട് ഒരു സരോവരം കണ്ടെത്തുന്നു. ആ സരോവരത്തില് വളരെ ശുദ്ധമായിട്ടുള്ള ജലം, അത് ശുദ്ധം മാത്രമല്ല മധുരമായിട്ടുള്ള ജലം കണ്ടെത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു തൃപ്തി, ആശ്വാസം, അദ്ദേഹത്തിന്റെ ആ ക്ഷീണമെല്ലാം പമ്പ കടക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് ആ ശ്ലോകത്തില് പറയണം. സംസാരമാകുന്ന അധ്വനി മാർഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ താപം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരാള് ആ ഒരു ശുദ്ധജല സരോവരം കണ്ടെത്തുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആശ്വാസം. അപ്പോ അത് ആ ഒരു ശ്ലോകത്തിലൂടെ നമ്മുടെ ജീവിതം തന്നെ ഒരു സംസാര സാഗരമാണ്, അല്ലെങ്കിൽ സംസാരമാകുന്ന മരുഭൂമിയിലുള്ള ഒരു യാത്രയാണെന്ന് ഉപമിച്ചുകൊണ്ട് സ്വാമിജി തുടരുകയാണ് അടുത്ത ആശയം. एवमेव उदाहरणं यदि पश्यामः, इदानीं यथा अनुवादकरणसन्दर्भे स्वामिविभक्तं संसारः केवलं मरुभूमिः वा, अत्र सारः कोऽपि नास्ति, वयं सर्वे जानीमः। किन्तु भ्रमणं कुर्मः, अत्यन्तं प्रयासं कुर्मः, प्रयत्नं कुर्मः, कष्टम् अनुभवामः, दुःखम् अनुभवामः। तादृशसन्दर्भे श्लोकः कथयति अत्यासन्न सुधाम्बुधिं सुखकरं ब्रह्माद्वयं दर्शयन् तेषा शंकर भारती विजयते ब्रह्म निर्वाण सुखदायिनी। एवं अत्र श्रूयते स्तोत्रे। अत्र तात्पर्यं किं? पंक्तिद्वयस्य संसार भूमौ मरुभूमौ अस्माभिः चलनसन्दर्भे यानि कष्टानि अनुभूयन्ते, न केवलम् अस्मिन् जन्मनि, जन्मान्तरेपि अस्माभिः अनुभूतमेव। इदानीं कश्चित् गुरोः अनुग्रहेण, कश्चित् गुरोः नाम कः? स्वयं भगवत्पादाः शङ्कराचार्याः। तेषाम् उपदेशः कीदृशः इत्युक्ते अत्यासन्न सुधाम्बुधिम्, अमृत समुद्र इव तेषाम् उपदेशः। समीपे एव अस्ति, अस्माकं समीपे एव अस्ति। सः उपदेशः किं करोति इत्युक्ते शाश्वतं सुखं दर्शयति। ब्रह्माद्वयम् इत्यस्य अर्थः अस्ति शाश्वतं सुखं। तं सुखं दर्शयति भगवत्पादानाम् उपदेशः। तादृशी भारती, शङ्करभारती नाम शङ्करभारती शङ्करभगवत्पादानां वचनं, तादृशं शङ्करभगवत्पादानां वचनं तत्तु अस्माकं संसारदुःखात् अस्मान् उद्धृत्य अस्माकं शाश्वतं सुखं ददाति। तादृशः उपदेशः भगवत्पादानाम् इति अस्मिन् श्लोके उक्तः अस्ति। अतः शङ्करभगवत्पादानाम् उपदेशः नाम सर्वेषाम् अस्माकं व्यक्तिगतरूपेणापि एतादृशः महान् लाभः अस्ति। न केवलम् अस्माकं समाजस्यापि एतेन महान् लाभः। समाजे सर्वे इदमेव सुखम् अपेक्षन्ते खलु।
न अन्यत् सुखमस्ति, शाश्वतं सुखमेव सर्वे इच्छन्ति। अतः सर्वेषां सुखं दातुं सामर्थ्यं भगवत्पादानाम् उपदेशे अस्ति इति तु स्पष्टम् अत्र अस्माभिः ज्ञातुं शक्यते। സംസാരത്തെ ഒരു മരുഭൂമിയായി ആചാര്യ ഭഗവത്പാദർ ആ ശ്ലോകത്തിലൂടെ പറഞ്ഞിട്ട് അതിലൂടെ വലഞ്ഞ് യാത്ര ചെയ്യുന്നതായിട്ടുള്ള ഒരാള് തിരയുമ്പോൾ കണ്ടുമുട്ടുന്നത് അത്യാസന്ന സുധാംബുദിം സുഖകരം ബ്രഹ്മാദ്വയം ശാശ്വതം യേഷാ ശങ്കര ഭാരതി വിജയത്തെ നിർവാണ സന്ധായിനി എന്ന് ആ ശ്ലോകം അവസാനിക്കുന്നത്, ശ്ലോകത്തിന്റെ ഉത്തരാർദ്ധം. അപ്പോ അത്യാസന്ന സുധാംബുദി, അത്യാസന്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കിടക്കുന്നതായിട്ടുള്ള സുധാംബുദ്ധി എന്നാൽ അമൃത സമുദ്രം. അത് സുഖകരം ബ്രഹ്മാദ്വയം ശാശ്വതം, നമുക്ക് സുഖത്തെ നൽകുന്നതും ആ അദ്വയമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിപ്പിക്കുന്നതും ശാശ്വതം നിത്യമായിരിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ സുധാംബുദ്ധി. അങ്ങനെയുള്ളതാണ് എന്താണ് ഈ ശങ്കരഭാരതി. ശങ്കരഭാരതി എന്നാൽ ശങ്കരാചാര്യരുടെ വാക്കുകൾ എന്നർത്ഥം. അത് ഇവിടെ വിജയിക്കുകയാണ്. നിർവാണ സന്ധായിനി, നമ്മളെ മോക്ഷത്തിലേക്ക് കൈപിടിച്ച് കരകയറ്റിക്കൊണ്ട് നമുക്ക് സുഖം നൽകിക്കൊണ്ട് എന്ന്. അപ്പോ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കാനുള്ള ഉപദേശങ്ങളാണ് ആചാര്യ ഭഗവത്പാദരുടേത്. ഇത് കേൾക്കുന്ന നമ്മൾ ഉപാസനാ മണ്ഡലിയിലെ ആളുകൾ മാത്രമല്ല, സമാജത്തിലെ സർവർക്കും ഈ ഒരു അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. പരമാവധി ആളുകളിലേക്ക് അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ, ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാൻ, ആനന്ദപൂർണമാക്കാൻ ആചാര്യ ഭഗവത്പാദരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് സ്വാമിജി സൂചിപ്പിക്കുകയാണ്. अन्यच्च वयं तत्रापि केरळीयाः अवश्यं जानीमः इति मम विश्वासः। श्रीशङ्करभगवत्पादाः अत्यल्पे वयसि समग्रे देशे, न केवलं समग्रे देशे अपि तु अद्य पर्यन्तमपि सर्वेषु क्षेत्रेषु, न केवलम् आध्यात्मिकक्षेत्रे अथवा धार्मिकक्षेत्रे कोऽपि भेदः नास्ति, सर्वेषु क्षेत्रेषु परिवर्तनं केवलम् एकेनैव साधनेन आनीतवन्तः इत्युक्ते अस्य उपदेशस्य सामर्थ्यं किमिति पुनः वक्तव्यं नास्ति इति अहं चिन्तयामि। किं तत् साधनं? ब्रह्माद्वयं, तदेव साधनं। श्रीशङ्करभगवत्पादाः सर्वेषु स्व उपदेशेषु ग्रन्थेषु इदमेव प्रतिपादितवन्तः। तदेव स्वीकृत्य सर्वत्र अटित्वा पद्भ्यां गत्वा उपदेशं कृतवन्तः। तेन सर्वे ज्ञातवन्तः, ज्ञानं प्राप्तवन्तः। इदानीमपि वयं तम् उपदेशं स्वीकृत्य अस्माकं केवलं जीवने न समग्रपूर्णे समाजे वयं सर्वेषु क्षेत्रेषु यदि वस्तुगत्या परिवर्तनम् इच्छामः, तदा यथा भगवत्पादाः एकमेव महत् साधनं स्वीकृत्य सर्वेषु क्षेत्रेषु परिवर्तनम् आनीतवन्तः, तथैव अद्यापि वयं सर्वेषु क्षेत्रेषु अत्युत्तमं परिवर्तनम् आनेतुं शक्नुमः इत्यत्र अस्माकं सन्देहः मास्तु। ആചാര്യ ഭഗവത്പാദര് തൻ്റെ അത്യല്പ വയസ്സിൽ എന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ദേശം മുഴുവൻ, ഭാരതദേശം മുഴുവൻ നടന്ന് ദിഗ്വിജയം ചെയ്ത് എല്ലാ രംഗങ്ങളിലും ഒരു പരിവർത്തനം ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സാമർഥ്യമുള്ളതായിട്ടുള്ള അറിവിന്റെ വാക്കുകളുടെ എല്ലാം പ്രയോഗം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും സമാജത്തിന് അത്യന്തം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ഏത് രംഗത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പരിവർത്തനം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് ഈ ആചാര്യ ഭഗവത്പാദരുടെ വാക്കുകളെ നമ്മൾ അറിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മാദ്വയം ശാശ്വതം എന്നുള്ളതായിട്ടുള്ള അറിവോടുകൂടെ അദ്വൈത ദർശനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
നമുക്ക് ആ ഏത് രംഗത്തും പരിവർത്തനം കൊണ്ടുവരാനായിട്ട് സാധിക്കും ആചാര്യ ഭഗവത്പാദരുടെ കൃതികളിലൂടെ. അപ്പൊ അത് നമ്മൾ പരമാവധി നമ്മൾക്ക് മാത്രമല്ല സമൂഹത്തിലേക്കും എത്രത്തോളം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ് സ്വാമിജിയുടെ ഒരു അഭിപ്രായം. सौन्दर्यहरि उपासने मंडली परतः इदानीम् अजयकुमार महोदयाः उक्तवन्तः केरलेषु अस्माभिः शङ्करजयन्तीतः शङ्करजयन्तीपर्यन्तम् एकः संवत्सरः इति स्वीकृतः। तन्मध्ये नवरात्रि दिनानि आगच्छन्ति, अतः नवरात्रि उत्सवं वयं सम्यक्तया नाम शङ्करभगवत्पादानाम् उपदेशदृष्ट्या सम्यक् आचरामः। तन्मध्ये इदानीं कल्याणवृष्टिस्तव अभियानम् अस्मिन् संवत्सरे वयं स्वीकुर्मः इति इदानीं विचारः उक्तः। अतः अत्र इदानीं शताधिकाः वयं कार्यकर्तारः मिलितवन्तः आन्लैन् गोष्ठी मध्ये। वयं सर्वे एतत् कार्यम् अनया दृष्ट्या वयम् एतादृशः भाग्यशालिनः इति मत्वा अस्माकं जीवनं सार्थकं कर्तुं तथा समाजे अत्युत्तमं वातावरणम् आनेतुम् अस्माकम् अयम् एकः महान् अवसरः इति मत्वा वयम् अस्माकं कार्यं कुर्मः। तथा जुलै मासस्य 7मे दिनाङ्के अस्माकं मेलनं पुनः जन्मभूमावेव शाङ्करज्योति तत् स्थाने एव अस्माकं मेलनमस्ति। तत्सन्दर्भे अहम् इतोपि अधिकं यद् कथनीयम् इति मम मनसि अस्ति सर्वम् अहं विवरणं करोमि। अद्य तु माकिं सार्धैकघण्टातः भवन्तः सर्वे भगवत्पादानाम् उपदेशस्य विषये तद् व्यवहारे आनयन विषये अपि चिन्तयन्तः सन्ति। भवतां सर्वेषाम् अहं विशेषनारायणस्मरणानि कथयामि। अस्मदाराध्यदेवः भवतां सर्वेषां तथा भवतां कुटुम्बस्यापि परिपूर्णानुग्रहं करोतु इति सम्प्रार्थ्य मम वाक्यानि समापयामि। അജയ്കുമാർജി സൂചിപ്പിച്ചു, ശങ്കര ജയന്തി മുതൽ ശങ്കര ജയന്തി വരെയുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടികൾ, ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കാനായിക്കൊണ്ട് തീരുമാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നവരാത്രി ആചരണം വളരെ വിശേഷമായിട്ട് കൊണ്ടാടാനായിക്കൊണ്ടും നമ്മൾ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ആ നവരാത്രിയോടനുബന്ധിച്ച് അതിനോട് മുന്നോടിയായിട്ട് ആചാര്യ ഭഗവത്പാദരുടെ ഏറ്റവും അനുഗ്രഹം നൽകുന്ന കല്യാണ വൃഷ്ടിസ്തവം എന്നുള്ളതായിട്ടുള്ള ആ സ്തോത്രം നല്ലതുപോലെ എല്ലാവരും പഠിച്ച് അഭ്യസിച്ച് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ പ്രചാരണം ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുക. ആ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കരുതി പ്രവർത്തിക്കുക എന്നാണ് സ്വാമിജി പറയുന്നത്. ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മൾ ദേവിയെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള സ്തോത്രമാണ് ഈ കല്യാണ വൃഷ്ടിസ്തവം. അപ്പൊ ദേവി സ്തവം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉണ്ടാവും. അപ്പോൾ അത് ഭാഗ്യമായിട്ട് കരുതി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഉപദേശം സ്വാമി നൽകുന്നു. ജൂലൈ 7-ാം തീയതി നമ്മൾ ശങ്കര ജന്മഭൂമിയിൽ കാലടിയിൽ അതേ സ്ഥലത്ത് ഈ ശങ്കര ജ്യോതിയിൽ വെച്ച് എല്ലാവരും വന്നു ചേരണം. സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലി പ്രവർത്തകരെല്ലാവരും പരമാവധി ആളുകൾ അവിടെ വന്നു ചേരണം. ആ ഒരു മേളനത്തില് സ്വാമിജിയോടുകൂടി എല്ലാവരും പങ്കുചേരണം. വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം, തീരുമാനിക്കാമെന്നും. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മൾ ശങ്കരാചാര്യ വിഷയത്തിലാണ് ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആലോചനകൾ ഉണ്ടായത്. ആ കാര്യത്തിൽ നമ്മൾ ധന്യരാണ്. ഇതിന് ആചാര്യ ഭഗവത്പാദരുടെയും സ്വാമിജിയുടെ കുലദേവതയായിട്ടുള്ള ശ്രീരാമസ്വാമി അല്ലെങ്കിൽ മഠത്തിന്റെ ദേവതയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹങ്ങൾ നമ്മൾക്കായിട്ട് സ്വാമിജി പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ വ്യക്തികൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് സ്വാമിജി ആശംസിച്ചുകൊണ്ട് സ്വാമിജി ഇവിടെ വാങ്ങുന്നു. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സീതാകാന്ത സ്മരണം ജയ ജയ രാമ. ഓം സ്വാമിജി.